ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. വിശുദ്ധമായ ഖുർആനിൽ ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു നമ്മെ പടച്ചു. ആദിമാം ഒന്നുമല്ലായിരുന്നു. നിർജീവ വസ്തുക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ പടച്ചു, അല്ലേ? പല ഘട്ടങ്ങളായി അള്ളാഹു നമ്മെ പടച്ചു. നമ്മളിൽ അള്ളാഹു ആത്മാവ് ഫിറ്റ് ചെയ്തു. കാത് തന്നു, കാതിൽ കേൾവി തന്നു. കണ്ണ് തന്നു, കണ്ണിൽ കാഴ്ച തന്നു. നാക്ക് തന്നു, നാക്കിൽ രുചി തന്നു. സംസാരശേഷി തന്നു. മൂക്ക് തന്നു, ശ്വസിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി. എന്തെല്ലാം അവയവങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. കിഡ്നി നൽകി. ഒരു കിഡ്നി എങ്ങാനും മടിച്ചു പോയാൽ എന്താ പിന്നെ റിസ്ക്? മാറ്റിവെക്കാൻ എത്ര ലക്ഷങ്ങളാണ്. കണ്ണില്ലാത്തവർക്കേ കണ്ണിൻ്റെ വിലയറിയൂ. കിഡ്നിയില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ വിലയറിയൂ. പക്ഷേ ഇങ്ങനെയൊക്കെ അള്ള തന്നിട്ടും അള്ള പറയുന്നു, നിങ്ങൾക്ക് ഞാൻ കാത് പടച്ച് കാത് കേൾവി പടച്ചില്ലേ? കാത് പടച്ചു, കാതിൽ കാഴ്ച തന്നില്ലേ? കണ്ണ് പടച്ചു, കണ്ണിൽ കാഴ്ച തന്നില്ലേ? ഹൃദയം പടച്ചില്ലേ? തലച്ചോറ് തന്നില്ലേ? ഇതൊക്കെ നൽകിയിട്ടും ഇതൊക്കെ എന്തിനാ നൽകിയത്? അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിനെ പറയുവാനും അള്ളാഹുവിൻ്റെ അജായിബ് കണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും എല്ലാം അള്ളാഹുവിന് വേണ്ടി നൽകിയതാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹു തന്ന അവയവങ്ങൾ, അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കാൻ തന്ന അവയവങ്ങളെ നാം എന്തിലാണ് വിനിയോഗിക്കുന്നത്? എത്ര അക്രമികളാണ് നാം! അള്ള പറഞ്ഞു നോക്കി, ഇങ്ങനെയൊക്കെ തന്നിട്ടും ഖലീലം മാ തഷ്കുറൂൻ. ഖലീലം, വെറും ഖലീൽ എന്നല്ല, പിന്നെ ഒരു മായും കൊടുത്തട്ടെ. വളരെ തുച്ഛമേ എൻ്റെ അടിമകളെ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. നമുക്ക് നമ്മളെ ക്ലിയർ ആക്കാലോ. നമുക്ക് ചിന്തിക്കാം. ഇന്ന് സുബഹിൻ്റെ ശേഷം മുതൽ ഈ സമയം വരെ എൻ്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം ചെയ്തു, എവിടേക്കെല്ലാം നോക്കി, എൻ്റെ നാക്കുകൊണ്ട് എന്തെല്ലാം സംസാരിച്ചു. അള്ളാഹുവിനെ പറയേണ്ട നാക്കുകൊണ്ട്, അള്ളാഹുവിൻ്റെ ദീന് പറയേണ്ട നാക്കുകൊണ്ട് എന്തെല്ലാം പറഞ്ഞു. അള്ളാഹുവിനെ കേൾക്കേണ്ട കാതുകൊണ്ട് എന്തെല്ലാം കേട്ടു. അള്ളാഹുവിൻ്റെ ആസാറുകൾ കണ്ട് അള്ളാഹുവിൻ്റെ അസ്മാവ് മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ അസ്മായിലൂടെ അള്ളാഹിൻ്റെ സിഫത്ത് മനസ്സിലാക്കി. സിഫത്തിലൂടെ അള്ളാഹിൻ്റെ ദാത്ത് മനസ്സിലാക്കാൻ നൽകിയ ഈ അവയവങ്ങളെല്ലാം നാം തോന്നിവാസങ്ങളിൽ ചെലവഴിക്കുന്നു. എത്ര അക്രമാരികളാണ് നാം! ഖലീലം മാ തഷ്കുറൂൻ. വളരെ തുച്ഛമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അള്ളാഹു തന്ന അവയവങ്ങളെ അള്ളാഹുവിൽ മാത്രം ചെലവഴിക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള അവസരവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്.